ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഈ ദിവസങ്ങളൊക്കെ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് നമ്മൾ വചനം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രോസ്പെറിറ്റി, സമൃദ്ധി എന്ന് പറയുന്നത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളൊരു ഭൗതികമായി മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രോസ്പെറിറ്റി ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ ഒരു കൂട്ടർ പ്രോസ്പെറിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ പണം എന്ന് പറയുന്ന ഒരൊറ്റ മേഖലയിൽ മാത്രം കണക്ട് ചെയ്യും. എന്നാൽ പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥമായ ആശയം അല്ലെങ്കിൽ യഥാർത്ഥ നിർവചനം നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ യാക്കോബിന്റെ ലേഖനം 1:4 വായിക്കും. യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കുക. അവിടെയാണ് ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്. 1:4 യാക്കോബ് 1:4. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാവട്ടെ. അപ്പൊ അവിടെ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നിനും കുറവില്ലാത്തവർ. ശരിക്കും പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. കാരണം അതാണ് ശരിക്കും യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഹീൽ. അപ്പൊ അതായത് ഇവിടെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അതായത് അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ പണമല്ല. പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് കാശ് നമ്മുടെ കയ്യിലുള്ളതല്ല. കാശും എന്നാൽ പണം, അനേകരുടെ കയ്യിൽ പണമുണ്ട്, ധാരാളം പണമുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ചില ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ആരോഗ്യപരമായ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ബന്ധങ്ങളിൽ അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്, അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാം പരാജയമായിരിക്കുന്നു. പലരെയും പല രീതിയിൽ കാണാൻ കഴിയും. പലരുടെയും ജീവിതത്തിനകത്ത് അവരവരുടേതായ കുറവുകൾ അവരുടെ മികവുകളെക്കാൾ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് പ്രോസ്പർ എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാളുടെ വർധനവിനെ പ്രോസ്പർ ആയിട്ട് കാണരുത്. ചിലരെ നമ്മൾ കാണുന്നുണ്ട്, ചിലര് ധനം, സമ്പത്തില് വളരെ ശ്രേഷ്ഠരാണ്, ചിലർ അധികാരത്തിൽ അവരെക്കാളും ഉന്നതമായിട്ട് നിൽക്കുന്നുണ്ട്, ചിലരൊക്കെ ജ്ഞാനത്തിൽ ചില കാര്യങ്ങളുടെ ഡിസേൺമെന്റ്, കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് വളരെ മിടുക്കരായിട്ടുള്ളവരുണ്ട്. ചിലർ അങ്ങനെ പല മേഖലകളിലും പലരും ശ്രേഷ്ഠരാണ്, അല്ലെ? എന്നാൽ ഈ പ്രോസ്പർ എന്ന് പറയുമ്പോൾ ഒന്നിനും കുറവില്ലാത്തൊരവസ്ഥ. അവർക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാനില്ല. അവര് ഭാരപ്പെടണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഒന്നിനും കുറവില്ലാത്തവണ്ണം അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ നടത്തപ്പെടുന്നതിനെയാണ് പ്രോസ്പർ എന്ന് പറയുന്നത്. പ്രോസ്പർ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഇഫ് യു ആർ പ്രോസ്പർ, നിങ്ങൾ പ്രോസ്പർ ആണെങ്കിൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ, അത് എത്രയോ സന്തോഷകരമാണ്. എത്ര റെസ്റ്റ്, നമ്മുടെ ഹാർട്ടില് എത്ര സ്വസ്ഥതയാണ്. അതായത് ആ ഒരു സ്വസ്ഥത എന്ന് പറയുന്നത്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, അതൊരു ലൗകികമായ അല്ലെങ്കിൽ ഭൗതികമായ മെറ്റീരിയൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നതല്ല. ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് ബൈബിള് പറയുന്ന കാര്യം ഇതാണ്. കൊലോസ്യ ലേഖനം 2:9-10: സകല വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും തലയായ, അത് 10-ാമത്തെ വാക്യം. 9-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 10-ാം വാക്യം: സകല വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. അപ്പൊ ഈ പരിപൂർണത, അതായത് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് നമുക്ക് പണം അല്ലെങ്കിൽ ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരുമ്പോഴല്ല, ക്രിസ്തു നമ്മിലാകുമ്പോഴാണ്, നാം ക്രിസ്തുവിലാകുമ്പോഴാണ്. ക്രിസ്തുവിലായ നമ്മുടെ അടുക്കൽ പണം വരും. പണമുള്ള നമ്മുടെ അടുക്കൽ ചില കാര്യങ്ങളൊക്കെ വന്നിരിക്കും. പണമുള്ള ഒരാളുടെ അടുക്കലേക്ക് ചിലപ്പോൾ അധികാരം ഒഴുകിയെത്തും. പണമുള്ള ഒരാളുടെ അടുക്കലേക്ക് ആളുകൾ അവരെ റെസ്പെക്ട് ചെയ്യും, അല്ലെ? ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. പണമുള്ള ഒരാളെ ആളുകൾ ബഹുമാനിക്കും. പണമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അധികാരങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം നോർമലാണ്, നാച്ചുറലാണ്. എന്നാൽ ഒരുവനിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല. അപ്പൊ നമുക്ക് പറയാം, ധനമുള്ള ഒരാൾക്ക്
അയാൾക്ക് സാമ്പത്തികമായ നന്മകളോട് അധികാരികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒത്തിരി അധികാരമുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മാന്യതയുണ്ട്, റെസ്പെക്ട് ഉണ്ട്, എല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടുന്നു, ശരിയാണ്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം ചിലപ്പോൾ രോഗത്തിന് അടിമയായിരിക്കാം, ചില മാനസിക സംഘർഷങ്ങൾക്ക് അടിമകളായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ അദ്ദേഹം വളരെ തകർന്നൊരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ചിലതുണ്ട്, ചിലതില്ലാത്ത അവസ്ഥയല്ല. അവന് സമ്പത്ത് ആവശ്യമുള്ളപ്പോ അവന് ആവശ്യമുള്ളതിൽ അധികം കർത്താവ് കൊടുക്കും. ആരോഗ്യം കർത്താവിന്റെ ദാനമാണ്. റെസ്പെക്ട്, പവർ, അതോറിറ്റി, എവ്രിതിങ് അത് ക്രിസ്തുവിൽ ഉള്ളവനിൽ ഇതെല്ലാം ഒഴുകിയെത്തും. അപ്പോഴെങ്ങനെയാണ് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ ആകുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ധാരാളം പണമുള്ളതോ, ഏറ്റവും വില കൂടിയ കാറുള്ളതോ, ഏറ്റവും വലിയ വീടുള്ളതോ അല്ല പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. ഇതിലെല്ലാം ഉണ്ട്. നല്ല കാറുണ്ടായിരിക്കും, നല്ല വീടുണ്ടായിരിക്കും, ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കും, നല്ല വസ്ത്രം ഉണ്ടായിരിക്കും, നല്ല കുടുംബമാണ്, നല്ല കുഞ്ഞുങ്ങളാണ്, എല്ലാ മേഖലകളിലും പ്രോസ്പർ ആയിരിക്കും. എപ്പോഴാണ്? ആസ് യുവർ സോൾ പ്രോസ്പർ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് മാറ്റം വരേണ്ടതായി പറയുന്നത് ആസ് യുവർ സോൾ പ്രോസ്പർ. വെൻ യുവർ സോൾ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്, then you will have prosperity in every area of your life. നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ദേഹിയിൽ നിങ്ങൾ സമൃദ്ധരാകും. സമൃദ്ധിയുള്ളവരാകുമ്പോൾ, തികവുള്ളവരാകുമ്പോൾ, അഭിവൃദ്ധിയുള്ളവരാകുമ്പോൾ മറ്റെല്ലാ മേഖലകളിലേക്കും ആ അഭിവൃദ്ധി ഒഴുകിയെത്തും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ തൊടും. നിങ്ങളുടെ ജീവിതം എന്നല്ല, നിങ്ങളൊരു അനുഗ്രഹമായി തീരും. അതാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിവിന്റെ ഒരു പ്രശ്നമാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ളത്. നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം, ജീവവൃക്ഷത്തിന്റെ ഫലം. കർത്താവ് അവിടെ ആ തോട്ടത്തിൽ 2 മരങ്ങൾ അവിടെ റെസ്ട്രിക്റ്റഡ് ആയി. ആർക്ക്? ആഡമിന്. ഒന്ന് റെസ്ട്രിക്റ്റഡ് അല്ല, ഒരെണ്ണം റെസ്ട്രിക്റ്റഡാ, പക്ഷെ ഒരെണ്ണം മാറി നിൽക്കപ്പെട്ടത്, അത് അവൻ കഴിച്ചിരുന്നില്ല. അവിടെ പറയുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ അവിടെ നന്മതിന്മകളുടെ വൃക്ഷഫലം നീ പറിക്കുമ്പോൾ, അത് കഴിക്കുമ്പോൾ നീ മരിക്കും. എന്താ കാരണം എന്നറിയാമോ? യു ആർ എ ലിവിങ് സോൾ. നീ ജീവനുള്ള ദേഹിയാണിപ്പോ. ജീവനുള്ള ദേഹി, അതായത് മനസ്സുകൊണ്ട് നീ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. മനസ്സ് പറയുന്നതനുസരിച്ച് നീ പോകുന്ന വ്യക്തിയാണ്. മനസ്സ് ചിന്തിക്കുന്നതിനനുസരിച്ചാണ് നീ പോകുന്നത്. പക്ഷേ മനസ്സ് ചിന്തിക്കുന്ന ദേഹിയായിരിക്കുന്ന നീ, ലിവിങ് സോൾ ആയിരിക്കുന്ന നീ, നന്മതിന്മകളുടെ വൃക്ഷഫലം പറിച്ചു തിന്നാൽ നീ വീണു പോകും, നീ മരിച്ചു പോകും. എന്നാൽ ലിവിങ് സ്പിരിറ്റ് ആയിട്ട്, അതല്ലേ എപ്പോഴാണ് ലിവിങ് സ്പിരിറ്റ് ആകുന്നത്? സോളിനെ സ്പിരിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അത് മനസ്സല്ല, മനസ്സാറ്റ്. എന്റെ മനസ്സ് പറയുന്ന പോലെ കാര്യം ചെയ്യുന്നിടത്തല്ല, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് ആത്മാവ് ജീവിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പൊ ലിവിങ് സോളിൽ നിന്ന് ലിവിങ് സ്പിരിറ്റ് ആയിട്ട് മാറുന്നവന് അവൻ നന്മതിന്മകളുടെ വൃക്ഷഫലം കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ നന്മതിന്മകളുടെ വൃക്ഷഫലത്തെ അവന് ദൈവം വിലക്കിയിരുന്നു. കാരണം അവൻ ആരാണ്? ജീവനുള്ള ദേഹിയ. ചിന്തകളാൽ, ഇമോഷനാൽ, രുചി, മണം, കാഴ്ച, കേൾവി, ഇങ്ങനെയുള്ള കാര്യത്തിൽ നയിക്കപ്പെടുന്നവൻ, ആത്മാവിൽ നയിക്കപ്പെടുന്നവനായിരുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ്, അതായത് നമ്മൾ റോമാലേഖനം 10:17 പറയുന്നതാണ്, ഇങ്ങനെയാണ്: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും. Faith comes by hearing. Hearing comes by the word of God. അപ്പൊ അവിടെ വിശ്വാസം ഉണ്ടാകാനായിട്ടുള്ള കേൾവി, അത് നമുക്ക് അറിവാ തരുന്നത്. ദൈവത്തെ അറിയുന്ന അറിവ്, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. അപ്പോൾ ഈ പരിജ്ഞാനം എപ്പോഴാണോ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ അകത്ത് വരുന്നത്, ആ ആത്മാവിൽ നടത്തപ്പെടുന്ന അറിവ് നമ്മുടെ അകത്ത് വരുന്നത്, ആത്മാവ് നമ്മളെ ദൈവവചനത്തിലേക്ക് നയിക്കുന്നത്, ആത്മാവ് നമ്മളെ ദൈവത്തിലേക്ക് നടത്തുന്നത്, ആത്മാവ് അറിവ് തരുന്നത്, ആത്മാവിന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ഹല്ലേലൂയ, പഴയ നിയമത്തിൽ ആദമിന് ഹവ്വയ്ക്കും അറിവ് മരണത്തെ കൊണ്ടുവന്നപ്പോൾ പുതിയ നിയമത്തിൽ ആത്മാവിനെ ലഭിക്കുന്ന അറിവ് നമുക്ക് ജീവനെ കൊണ്ടുവരുന്നു. ആ ജീവനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 കർത്താവ് പറഞ്ഞത്: ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി, അബണ്ടൻസ്. അപ്പൊ എന്താണ് സമൃദ്ധി എന്ന് പറയുന്നത്? സമൃദ്ധി എന്ന് പറയുന്നത് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ,
ഒരു കാര്യത്തിനും അവരുടെ ജീവിതത്തിനകത്ത് ഒന്നിനെ കുറിച്ചും അവർക്ക് കുറവ് ഇല്ലായ്മ പറയാനില്ല, നിലവിളിക്കാനില്ല, അവർക്ക് കരയാനില്ല, അവർക്ക് ഭാരപ്പെടാനില്ല. അവരുടെ ജീവിതം സ്വസ്ഥതയിൽ നിന്ന് സ്വസ്ഥതയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്. കാരണം അവരുടെ ജീവിതത്തിനകത്ത് അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് ക്രിസ്തുവിനെ കുറിച്ച്. അതായത് സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം അവരുടെ സോളിനെ സ്ട്രോങ് ആക്കി, അവരുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി. പക്ഷെ ജീവവൃക്ഷം അവന്റെ സ്പിരിറ്റിനെ സ്ട്രോങ് ആക്കി. അതെങ്ങനെയാ സംഭവിച്ചത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജയിക്കുന്നവൻ ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം അവന് ഭക്ഷിപ്പാൻ കൊടുക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആരാ ജയിക്കുന്നവൻ? അവിടെ എഴുതിയിട്ടുണ്ട് ആരാണ് ജയിക്കുന്നവൻ. 7-ാം വാക്യം, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിലെ നയിക്കപ്പെടുന്നവനാണ്. ആത്മാവിനെ നയിക്കപ്പെടുന്നവനെ കുറിച്ച് 1 യോഹന്നാൻ 5:1 പറയുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5:4, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമാണ്. ദൈവത്തിലും ജനിച്ചവനൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ആരാണ് ജയിക്കുന്നവൻ? ദൈവത്തിലും ജനിക്കുന്നവൻ. ആരാണ് ദൈവത്തിലും ജനിച്ചവൻ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ. ആരാണ് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ? ആത്മാവിലെ നടത്തപ്പെടുന്നവൻ. അപ്പോൾ ആത്മാവിന്റെ ശബ്ദത്തിന് നമ്മൾ എപ്പോഴാണോ ചെവി കൊടുക്കുന്നത്, നമ്മുടെ ബുദ്ധിക്ക്, ലോജിക്കിൽ നമ്മൾ ചിന്തിക്കുക, ഈ പ്രപഞ്ചമെല്ലാം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണോ, അതങ്ങനെയാ, ഇതിങ്ങനെ ആയിരിക്കും, അതിന് കാരണം ഇങ്ങനെ ആയിരിക്കും, ദൈവം ഒന്നുമല്ല സൃഷ്ടിയുടെ പുറകിൽ എന്ന് ചിന്തിക്കുമ്പോൾ, ലോജിക്ക്, നമ്മുടെ അറിവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എപ്പോഴാണോ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ക്രിസ്തുവിലാണ് നമുക്ക് അതിന്റെ പൂർണ്ണത ലഭിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണത ലഭിക്കുന്നത് ക്രിസ്തുവിലാണ്. അതെന്താണ് ക്രിസ്തുവിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണത വന്നത്? നിങ്ങൾ ദൈവം എവിടെയെങ്കിലും വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ഭാഗികമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയുന്നത്, അപ്പോഴാണ് ദൈവത്തിന്റെ പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എവിടെയെങ്കിലും വസിക്കുന്ന ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, സ്തുതികളുടെ നടുവിൽ വസിക്കുന്ന ദൈവം, വിശുദ്ധന്മാരുടെ മധ്യ വസിക്കുന്ന ദൈവം, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം, അത് ഭാഗികമായ അറിവാണ്. പക്ഷെ പൂർണ്ണമായ അറിവ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയുമോ? ആ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം എന്നിൽ വസിക്കുന്നു എന്ന അറിവാണ് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണമായ അറിവ്. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ പറയുക? ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫാണ്. പകുതി എനിക്കും പകുതി ദൈവം. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യും, ബാക്കി ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യും. അതായത് ഇന്നൊരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് പോവുക, എന്താ അത്ഭുതം നടക്കാനായിട്ട്. അപ്പൊ അവിടെ ദൈവമുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, എന്റെ പകുതി ദൈവം പകുതി ചെയ്യുക, അപ്പൊ അത്ഭുതം. പക്ഷേ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും നമ്മൾ വസിക്കുന്നു എന്ന അറിവില്ലേ? ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ആ സർവ്വസമ്പൂർണ്ണതയും ക്രിസ്തുവിനായിട്ട്, ആ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, അവനിൽ ഞാൻ പരിപൂർണനാണെന്നുള്ള കൊലോസ്യർ 2:9-10 അറിവ്. ആ അറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോഴാണ് ഓട്ടം നിൽക്കും. എന്നാൽ അത്ഭുതം ഉണ്ടല്ലോ, അളവില്ലാതെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ അറിവിന്റെ പൂർണ്ണത ഉണ്ടാകുന്ന എവിടെയാണ്? ദൈവത്തിന്റെ പൂർണ്ണത എന്നിൽ വസിക്കുന്നത്. ദൈവം എവിടെയോ വസിക്കുന്നു എന്ന അറിവ് ഭാഗികമായ അറിവും, ദൈവം എന്നിൽ വസിക്കുന്നു, ആ ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം എന്നിൽ വസിക്കുന്നു എന്ന അറിവാണ് പൂർണ്ണമായ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. ആ പൂർണ്ണമായ അറിവ് ലഭിക്കുന്നവനാണ് സാഹചര്യങ്ങളെ വാഴുന്നത്, അവസ്ഥകളെ വാഴുന്നത്, പ്രതികൂലത്തെ വാഴുന്നവൻ, ശത്രുവിനെ വാഴുന്നവൻ, രോഗത്തെ വാഴുന്നവൻ, ദാരിദ്ര്യത്തെ വാഴുന്നവൻ. സമൃദ്ധിയിൽ അവൻ ജീവിക്കും, ആരോഗ്യത്തിൽ അവൻ നിലനിൽക്കും, അവൻ അധികാരത്തോടെ നിലനിൽക്കും, സന്തോഷത്തോടെ നിലനിൽക്കും. അവന്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാതെ ദൈവമാണ് നടത്തുന്നത്. It's the word of God. It's the word of God. ഇത് ദൈവവചനം. അപ്പോൾ ഒന്നിനും മുട്ടില്ലാത്ത, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. അപ്പൊ ആദമിന് ദൈവം പറഞ്ഞത് യു ആർ ലിവിങ് സോൾട്ട്, അതായത് ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി 2:7. ആദാം ജീവനുള്ള ദേഹി, അതായത് ചിന്തകളാൽ, മനസ്സിനാൽ, ആലോചനകളാൽ, വികാരത്താൽ,
വിചാരത്താൽ നയിക്കപ്പെടുന്ന ഒരുവൻ, അതിനെയാണ് ജീവനുള്ള ദേഹി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിചാരത്താലും വികാരത്താലും അറിവിനാലും നടത്തപ്പെടുന്ന ആഡം, അവൻ പഴം പറിച്ചു തിന്നുമ്പോൾ അവൻ അറിവിലാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അറിവാണ് അവനെ നിയന്ത്രിച്ചത്. നമുക്കറിയാം, അവന് ഈ പഴം പറിച്ചു തിന്ന് അടുത്ത് അതുവരെയും അവൻ എന്തായിരുന്നില്ല, അവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനായിരുന്നില്ല. പക്ഷെ ആ പഴം പറിച്ചു തിന്ന ഉടനെ അവനെ കുറിച്ചാണ് അറിയുന്നത്, ദൈവത്തെക്കുറിച്ചല്ല അറിയുന്നത്. താൻ നഗ്നനെന്ന് അറിഞ്ഞു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾക്ക് എപ്പോഴാണോ നാം നമ്മുടെ കഴിവിന്, നമ്മുടെ പരിമിതികളെ, നമ്മുടെ ബലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവിടെ ഡെത്താണ് സംഭവിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ നമ്മുടെ പ്രാപ്തിക്കും കഴിവിനും അറിവിനും അതീതനായ ഒരു ദൈവത്തെ, ആ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കാൻ തുടങ്ങും, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുന്നത്. അവിടെയാണ് ജീവൻ വെളിപ്പെടുന്നത്. അതേ പ്രിയപ്പെട്ടവർ, എവിടെ ആദമിന്റെ ജീവിതത്തിൽ മരിച്ചു. ആ ആദമിനെ പിന്നത്തതിൽ നമ്മൾ കാണുന്നത് തലമുറകളെ ജനിപ്പിച്ചു. ആ തലമുറകൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാകും. എന്തൊരു പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമാണ്. പിന്നത്തതിൽ അവൻ അധ്വാനിക്കാൻ തുടങ്ങും. നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. ഭൂമി അതിന്റെ ഫലം കൊടുക്കാതിരിക്കും. വേദനയോടെ ആ ഹവ്വ പ്രസവിക്കുന്ന സാഹചര്യം. അവിടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ എന്താ പറയുക, ആ ദൈവീകമായിട്ടുണ്ടായിരുന്ന കരുതലെല്ലാം അവൻ നഷ്ടപ്പെട്ടു. എല്ലാ പ്രൊവിഷൻ, ബിക്കോസ് പ്രോസ്പെറിറ്റി ഈസ് ദ റീസൺ ഓഫ് എ പ്രൊവിഷൻ. അതായത് പ്രൊവിഷൻ അല്ല പ്രോസ്പെറിറ്റിയെ കൊണ്ടുവരുന്നത്, പ്രോസ്പെറിറ്റിയാണ് പ്രൊവിഷനെ കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് നീഡഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രോസ്പെറിറ്റിക്ക് പകരം പ്രൊവിഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. അപ്പൊ എവിടെയാ ഫോക്കസ് ചെയ്യുന്നത്? നോട്ട് ഇൻ ദ പ്രൊവിഷൻ ബട്ട് ഇൻ ദ പ്രോസ്പെറിറ്റി. ദാറ്റ് മീൻസ്, അതായത് പ്രൊവിഷനിലേക്ക് പണം, ജോലി, വീട്, കാറ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സൗന്ദര്യം, ഇതെല്ലാം പ്രൊവിഷനാ, ദൈവം തരുന്ന ആനുകൂല്യങ്ങൾ. പക്ഷെ ഇതല്ല ദൈവത്തെ മുറുകെ പിടിച്ച്. അവിടെ എല്ലാം ഉണ്ടെന്നേ, അവിടെ സകലതും ഉണ്ട്. സമ്പത്തുണ്ട്, അവിടെ സമൃദ്ധിയുണ്ട്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയാണ്. അസാധാരണമായ സാമ്പത്തിക നന്മ അവിടെ വെളിപ്പെടും. എന്നാൽ ആ സമ്പത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ പ്രോസ്പെരിറ്റി നിന്ന് പുറത്തായി. പണം നിങ്ങളുടെ ആശ്രയമായിട്ട് മാറുന്നു. പണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഫോക്കസ്ഡ് ആയിട്ട് മാറും. നിങ്ങൾ പ്രോസ്പെരിറ്റി നിന്ന് പുറത്തായി. ബട്ട് യു ആർ ഇൻ പ്രൊവിഷൻ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കരുതൽ ലഭിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? ആ പ്രോസ്പെറസ് സമൃദ്ധിയിൽ നിങ്ങൾ പുറത്തായി. അപ്പൊ നമ്മുടെ ഫോക്കസ് എവിടെയാ പോകേണ്ടത്? സമൃദ്ധിയിലേക്ക്, കർത്താവിലേക്ക്. അവിടെ സകലതും ഉണ്ടെന്ന്, എല്ലാം ഉണ്ട്. ആരോഗ്യമുണ്ട്, സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്, ജയമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്. All things are included in prosperity. പ്ലീസ്, നിങ്ങളുടെ ഫോക്കസ് പ്രൊവിഷനിലേക്ക് ആകാതെ പ്രോസ്പെറിറ്റിയിലേക്ക്. യെസ്, എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലിയത്, എൻ്റെ ആവശ്യങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ അവസ്ഥകൾ മാറിയിരിക്കും നിശ്ചയമായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളോട് തന്നെ പറഞ്ഞ്, നിങ്ങളോട് തന്നെ അറിയിച്ച്, നിങ്ങളോട് തന്നെ ഉറപ്പിച്ചു വെക്കേണ്ട ഒരു ബോധ്യമാണ്, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, യു ആർ പ്രോസ്പെറസ് ഇൻ ക്രൈസ്റ്റ്. അതാണ് യാക്കോബിൽ നമ്മൾ വായിക്കുന്നത്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ. ഒന്നിനും കുറവില്ല, സകല നന്മകളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഏത് വഴിയാണ്? ക്രിസ്തുവാകുന്ന വഴി. ക്രിസ്തുവിൽ ആകുന്നിടത്താണ് എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് സർവവും അടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇൻ ക്രൈസ്റ്റ് ഈസ് ഓൾ തിങ്സ് ആർ
അപ്പൊ ക്രിസ്തുവാണോ നമ്മുടെ ട്രഷർ? ക്രിസ്തുവാണോ നമ്മുടെ ജീവിതത്തിനകത്തുള്ള സമൃദ്ധി, നിക്ഷേപം, ആഗ്രഹം, ആശ? ഒന്നിനും കുറവ് വരത്തില്ല. ഒന്നിനും കുറവ് വരികയില്ല. ഒന്നിനും കുറവ് വരികയില്ല. അപ്പൊ നമ്മുടെ ജീവിത യാത്രയിൽ ഓരോ നാളും, എവറി ഡേ, കർത്താവിലുള്ള ആ ബന്ധത്തിൽ, കർത്താവിനോടുള്ള ആ സ്നേഹബന്ധത്തിൽ, കർത്താവിനോടുള്ള ഇന്റിമസി നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കാൻ, വളർത്തിയെടുക്കാൻ, ആ ബന്ധത്തിൽ നിലനിൽക്കാനായിട്ട്, ഹല്ലേലൂയ, ആ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ആദമിന് സംഭവിച്ചത്, ലിവിങ് സോൾ ആയിരുന്നവൻ നന്മതിന്മകളുടെ പഴം പറിച്ചു തിന്നപ്പോൾ മരിച്ചു. എന്നാൽ ലിവിങ് സോൾ ആയിരുന്ന അതേ മനുഷ്യൻ, നമ്മളും ലിവിങ് സോൾ ആയിരുന്നു. എന്നാൽ എപ്പോഴാണോ യേശുക്രിസ്തുവാകുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം, യേശുക്രിസ്തുവാകുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്, അവിടെയാണ് എന്ത് സംഭവിച്ചത്? കൈനീട്ടി, അതാ കർത്താവ് പറഞ്ഞത്, അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞ് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ നമ്മള് കൈനീട്ടിയല്ല, ഹൃദയം നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച, ക്രിസ്തുവിനെ, അതായത് ദൈവത്തെ പോലെയാകാനായിട്ട് പഴം പറിച്ചു നിന്നപ്പോ, ദൈവം എൻ്റെ അകത്ത് വസിക്കുന്നുവെന്ന് ഞാൻ ഹൃദയപൂർവ്വം അറിഞ്ഞപ്പോൾ, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്ന് എന്നേക്കും ജീവിക്കുന്നവന്റെ പട്ടികയിലായി. ആ നിത്യജീവനില്ലേ, നിത്യജീവനോട് ചേർന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പ്രൊവിഷൻ. നിത്യജീവനാണ് പ്രോസ്പെറിറ്റി. ഒരാളുടെ ഉള്ളിൽ വരുന്ന നിത്യജീവനാണ് യഥാർത്ഥ പ്രോസ്പെറിറ്റി. ആ ഒരു നിത്യജീവനെ ഒരു വ്യക്തി അനുഭവിക്കും. അവന്റെ ജീവിതത്തിനകത്ത് അവൻ ഇന്നുവരെ കണ്ടതും അറിഞ്ഞതും കേട്ടതുമല്ല, അവന്റെ ജീവിതം അസാധാരണമായ നിലയിൽ അഭിവൃദ്ധി പ്രാപിക്കും, നന്മ പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും, ശ്രേഷ്ഠത പ്രാപിക്കും. അവനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ പൂർണ്ണമായി അവനൊരു അടയാളമായി തീരും, അനുഗ്രഹമായി തീരും. അവൻ മറ്റുള്ളവർ അവനെ കാണുമ്പോൾ യേശു ജീവിക്കുന്നു, ക്രിസ്തു ജീവിക്കുന്നു എന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള ഭാഗികമായ അറിവാണോ നിങ്ങൾക്കുള്ളത്? ഇല്ല, പൂർണ്ണമായ അറിവാണ്. ഈ പൂർണ്ണമായ അറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ പുറമേയുള്ള രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ഓട്ടം നിങ്ങൾ നിർത്തും, പ്രവചനത്തിന് വേണ്ടിയുള്ള ഓട്ടം നിങ്ങൾ നിർത്തും, അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഓട്ടം നിങ്ങൾ നിർത്തും, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഓട്ടം നിങ്ങൾ നിർത്തും. പകരമായി നിങ്ങളുടെ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടാകും. എൻ്റെ അകത്തുള്ള ശക്തമേറിയ പ്രൊവിഷൻ അത് എൻ്റെ അകത്താണ്. എൻ്റെ സമ്പത്തിന്റെ ഒഴുക്ക് എൻ്റെ അകത്ത്, എൻ്റെ വിടുതൽ എൻ്റെ അകത്ത്, എൻ്റെ സൗഖ്യം എൻ്റെ അകത്ത്, അനുഗ്രഹം എൻ്റെ ഉള്ളിലായിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് നിങ്ങൾ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നു, നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നെങ്കിൽ, ബി ഫോക്കസ്ഡ് ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ ഫോക്കസ് ചെയ്യും. ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല, ഒരു നന്മയ്ക്കും. അത് നിങ്ങൾ കുറവുള്ളവരായി ജീവിക്കാൻ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ പിതാവ് അത് അനുവദിക്കത്തില്ല. യെസ്. സോ നമ്മുടെ ആ റിയൽ പ്രോസ്പെറിറ്റിയിലേക്ക് വരാം. പ്രോസ്പെറിറ്റി, ആ റിയൽ പ്രോസ്പെറിറ്റി, ഓൾ തിങ്സ്, ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ, that is in Christ. കർത്താവ്, നിങ്ങൾക്കറിയില്ല, അനേക ശുശ്രൂഷയിൽ നിൽക്കുന്നവർ, നല്ല ശുശ്രൂഷയുണ്ട്, പക്ഷെ ആരോഗ്യപരമായ ചില പ്രശ്നം, നല്ല ശുശ്രൂഷയുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള ചില പ്രശ്നം. അപ്പം ഇതിനകത്ത് ഈ ശുശ്രൂഷ പോലുമല്ല പ്രോസ്പെറിറ്റിയുടെ അവിടെയാണ്. ആ കർത്താവ് എൻ്റെ അകത്ത് വാഴുന്നു, ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന് തിരിച്ചറിയുന്നു. ആ ബോധ്യമാണ് നമ്മുടെ ചിന്തകളെ, സാഹചര്യങ്ങൾക്ക് അതീതമായി നമ്മളെ വാഴുന്നത്. അത് നമ്മുടെ അവസ്ഥകളെ മാറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ഒന്ന് വിശ്വസിച്ച് കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയല്ല, അതിലും ശ്രേഷ്ഠമായത്, ഉന്നതമായത്, ശക്തമേറിയത്, അസാധാരണമായത് നിങ്ങളിൽ ദൈവം ചെയ്യും. ഒരു സംശയമുണ്ട്.
നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ കണ്ടതെല്ലാം ശാപവും പരാജയവും തകർച്ചയാണോ? അത് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? വേണ്ട. നിങ്ങൾ വിശ്വസിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്. ആമേൻ. അതൊന്ന് രുചിച്ചു നോക്കി, അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ വാഴാൻ, വളരാൻ, വർദ്ധിക്കാൻ, ആമേൻ, വിശാലത പ്രാപിപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ആശയങ്ങളെ പിടിച്ചെടുക്കുന്നു, ഞങ്ങളുടെ ചിന്തകളെ പിടിച്ചെടുക്കുന്നു, ഞങ്ങളുടെ ആലോചനകളെ പിടിച്ചെടുക്കുന്നു. എല്ലാ നെഗറ്റീവ് ഇൻഫർമേഷൻസ്, എല്ലാ തെറ്റായ അറിവുകളും, തെറ്റായ അനുഭവങ്ങളും, തെറ്റായ ഭയങ്ങളും ഞങ്ങളുടെ മനസ്സ് വിട്ടുമാറിപ്പോ. യേശുവിന്റെ നാമത്തിൽ. അതേ കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു നെഗറ്റീവ്, ഒരു പ്രശ്നവും, ഒരു പ്രതികൂലവും വാഴുകയില്ല എന്ന സാധാരണമായ ബോധ്യം അവരിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു കർത്താവ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമൃദ്ധികളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നിറവ് കൊണ്ട് കർത്താവെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായ മേഖലയിൽ വെല്ലുവിളി അനുഭവിക്കുന്ന ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ആ മേഖലകൾ പണിയപ്പെടട്ടെ. അത്ഭുതം അവിടെ നടക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി സോ പവർഫുൾ. ഞാൻ ഓരോ ദിവസവും ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് വചനം ഷെയർ ചെയ്യുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എന്നോടും പല കാര്യങ്ങളെ സംസാരിക്കുന്നു, എൻ്റെ ജീവിതത്തെയും തോന്നുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയുള്ളവരെ, ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്നവരായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന സമ്പത്തിനെ തിരിച്ചറിയും. അതെ, ചില രാജ്യങ്ങളിൽ വലിയ എണ്ണയുടെ നിക്ഷേപമുണ്ട്, സ്വർണത്തിന്റെ നിക്ഷേപമുണ്ട്. അതവർ വേണ്ടതുപോലെ തിരിച്ചറിയാത്തതുകൊണ്ട് ആ രാജ്യം ഇന്നും അഭിവൃദ്ധി ഇല്ലാതിരിക്കും. പക്ഷേ അത് തിരിച്ചറിഞ്ഞവർ അതിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മളിൽ കർത്താവ് സകല സമ്പത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമാകുന്നു. കർത്താവ് നമ്മളിൽ വസിക്കും. ആ കർത്താവിനെ തിരിച്ചറിഞ്ഞു ഒന്നിനും കുറവില്ലാത്തവർ, തികവുള്ളവര്, സമ്പൂർണ്ണരെ, അതെ ഹല്ലേലൂയ, സമ്പൂർണ്ണരും തികഞ്ഞവരുമാകേണ്ടത് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ ഇത് ദയവായി മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളൊരു അല്പസമയം എടുത്ത് ഇതിനെ കേട്ടങ്ങ് വെറുതെ വിടാതെ നിങ്ങളുടെ ഫോൺ എടുത്ത് അല്ലെങ്കിൽ എങ്ങനെങ്കിലും മറ്റ് കുറച്ച് പേർ കൂടെ ഈ മെസ്സേജ് അയച്ചു ഒരു കുറെ അല്പം കൂടെ ആളുകൾ ഈ വചനത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.